അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ട ചൊല്ലണ്ട എന്ന് പറഞ്ഞില്ലേ. ഇപ്പം എങ്ങനെ ഇരിക്കണ രാജീവ് ചന്ദ്രശേഖർ ആളാരാ മോൻ. ഇവിടെ വന്നിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ടെക്നോക്രാറ്റാണ് അദ്ദേഹം, ബിസിനസ് മാനാണ് അദ്ദേഹം, താഴെ ഇറങ്ങില്ല, മലയാളം അറിഞ്ഞൂടാ, മുണ്ടൊടുക്കൂല, വലത്തോട്ട് എന്തൊക്കെ പറഞ്ഞു. ദാ ഇപ്പം കേട്ടോ മലപ്പുറത്തിൻ്റെ മപ്പിള മണ്ണിൽ അങ്ങനെ പറഞ്ഞാൽ അവിടെ ഉള്ളൊരു ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. 30% 35% ഇപ്പം ഹിന്ദുക്കളുള്ളൂ, നേരത്തെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ പക്ഷേ തിരുനാവായയിലൊക്കെ വളരെ വലിയ പരിപാടിയൊക്കെ നടത്തി ഹിന്ദു സാന്നിധ്യമൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ മാപ്പിളച്ചായനായ മോദി ഇറങ്ങുകയാണ്. ഇടത്തോട്ട് മുണ്ടെടുത്തുകൊണ്ട് വരുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. മിക്കവാറും മുണ്ടെടുത്ത് തന്നെയായിരിക്കും വരുന്നത്. മുണ്ടെടുത്ത മോഡി ഇവിടെ ഉണ്ട്, അത് ആ മോഡിയുടെ കാര്യമല്ല പറയുന്നത്. ഇത് സാക്ഷാൽ നരേന്ദ്ര ദാമോദർ മോദി മലപ്പുറത്ത് മർക്കസിൻ്റെ പരിപാടിക്കോ സമസ്തയുടെ ജൂബിലി പരിപാടിക്കോ വരികയാണ്. അതിന് ഡേറ്റ് ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അത് ഈ മിക്കവാറും എലക്ഷൻ മുമ്പേ തന്നെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഇടുക്കിയിൽ പോകാനൊരു കമ്മിറ്റ്മെൻറ്റ് കിടക്കുകയാണ് മോഡിയുടെ. അത് തീർച്ചയായിട്ടും മോഡി പോകും, ഇടുക്കിയിലോട്ട് പോകും. കാരണം രാജേന്ദ്രൻ എന്തായാലും ഇടുക്കിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മോഡി അവിടെ ചെന്ന് ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും. എന്നാൽ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഇവിടങ്ങളിലാണ് പ്രധാനമന്ത്രിമാരൊക്കെ എപ്പോഴും വരുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ പല കാരണങ്ങളാണ്. എയർപോർട്ടിൻ്റെ ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ സുരക്ഷാ സൗകര്യങ്ങൾ, പോലീസിനെയൊക്കെ വിന്യസിക്കുക, അത് വലിയ കാരണങ്ങൾ. അങ്ങനെ പറ്റത്തുള്ളൂ. മേജർ സിറ്റികളിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരൊക്കെ പങ്കെടുക്കാറ്. പക്ഷേ ഇവിടെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ അത് ഹെലികോപ്റ്ററിലായിരിക്കും മിക്കവാറും ഇറങ്ങുന്നത്. ഇനി ഏത് പഞ്ചായത്തിലാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി, പോലീസ് ഗ്രൗണ്ടിലാണോ എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. മാപ്പിള ഗ്രൗണ്ടിൽ മാപ്പിളച്ചായൻ്റെ പരിപാടിക്ക്, മാപ്പിളാൻസ് പരിപാടിക്ക് നരേന്ദ്രമോദി എത്തുന്നു. ഇവിടെ ഒരുപാട് പേർക്ക് ചൊറിയും ചിരങ്ങും പരിപാടികളും അന്തം വിട്ട് ആശുപത്രിയിലാവും, ചിലർക്ക് പ്രാന്താവും, ചിലരെ ചങ്ങലക്കിടേണ്ടി വരും. പിണറായിന് എന്ത് ചെയ്യും? ന്യൂനപക്ഷ സംരക്ഷകൻ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ മുസ്ലിങ്ങളെ പിറകെ നടന്ന് മരുമോനെ പിടിച്ച് മന്ത്രിയാക്കി, മുസ്ലിം നാമധാരിയെ പിടിച്ച് മരുമോനാക്കി, മരുമോനെ പിടിച്ച് പിന്നെ മന്ത്രിയാക്കി, സകല മുസ്ലിങ്ങൾക്കും സകലതും ചെയ്തു കൊടുത്ത് ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഒരു പ്രീണനമൊക്കെ നടത്തി ഞാൻ മുസ്ലിമിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞു നിന്ന പിണറായി വിജയനെ ഒരൊറ്റ വെടി കൊണ്ട് മോദി ടപ്പോനെ താഴെ ഇടുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഡൽഹിയിൽ ചെന്ന് അരമണിക്കൂറേ സംസാരിച്ചുള്ളൂ, 30 മിനിറ്റ് ഷാർപ്പ് 30 മിനിറ്റ്സ് ഉള്ളി 30 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ദേശീയ ചാനലിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. എന്താ പറഞ്ഞു? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. ഇത് പറഞ്ഞപ്പോൾ വേറെ കുറേ ചേട്ടന്മാർക്ക് ഇവിടെ കുരുപൊട്ടി, അവന്മാർ വേണ്ട ബോളം ഉണ്ടാക്കി, മുസ്ലിംസ് കമ്മ്യൂണിറ്റിപ്പെട്ട. എന്നാൽ ദുബായിൽ നിന്ന് ഇന്നലെ കാന്തപുരത്തിൻ്റെ മകൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എൻ്റെ വാപ്പ പറഞ്ഞത് 100% കറക്റ്റാണ്. ഞങ്ങൾ ഇവിടെയും ഇത് അനുഭവിക്കുന്നുണ്ട്. ഇവിടെയും ഞങ്ങൾ മോദി വന്നതിന് ശേഷം ഇവിടുത്തെ ഭരണകൂടത്തിനും ഇന്ത്യക്കാരോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ നോക്കാതെ തന്നെ ഇന്ത്യൻ ഭരണകൂടത്തിലുള്ളവരോട് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്തുഷ്ടരാണ്. പാപ്പ പറഞ്ഞത് 100% കറക്റ്റാണ്. ഇന്ത്യയിൽ ഒറ്റപ്പെട്ട ഇത്രയും വിശാലമായ ഒരു രാജ്യത്ത് 140 കോടി ആളുകൾ താമസിക്കുന്ന വളരെ വിശാലമായ രാജ്യത്ത്, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇത്രയും വൈവിധ്യമുള്ളൊരു നാട്ടിൽ എവിടെയെങ്കിലും 1-2 സ്ഥലത്ത് പോത്തിനേർത്തു, ബീഫറുത്തു, അല്ലെങ്കിൽ കാളയെപ്പറ്റു എന്ന് പറഞ്ഞുള്ള പരിപാടികൾ നടക്കുന്നതിനപ്പുറം കഴിഞ്ഞ 10 വർഷമായി എവിടെയാണ് വ്യാപകമായി കൂട്ടക്കൊല നടന്നത്? എവിടെയാണ് വ്യാപകമായി കൊലപാതകം നടന്നത്? എന്തെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിനെ എടുത്ത് ഊതി വീർപ്പിച്ച്, ബലൂൺ വീർപ്പിക്കുമ്പോൾ വീർപ്പിച്ച് പൊട്ടിപ്പോകുന്ന ബലൂണുകളാക്കി മാറ്റി മാധ്യമങ്ങൾ 4 ദിവസം ആഘോഷിക്കുന്നതിനപ്പുറം തീർച്ചയായിട്ടും മലപ്പുറത്തിൻ്റെ മണ്ണിൽ മോദി ചവിട്ടുകയാണ്. അവിടെ നോക്കൂ, തിരുനാവായിൽ എന്ത് നടത്തി? മേള നടത്തി. അടുത്ത് മോദി അവിടെ വരികയാണ്. ഇതാണ് മോദി ക്ലിക്ക്ഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാൻ നല്ല പ്ലാനാണ്. കാരണം മുസ്ലിങ്ങളെയും കൂടി വിശ്വാസത്തിലെടുക്കണം. അവർ അങ്ങനെ ദുഃഖിതരാണ്, ന്യൂനപക്ഷം സങ്കടത്തിലാണ്, പ്രയാസത്തിലാണെന്നെങ്കിൽ അവരെയും കൂടി വിശ്വാസത്തിലെടുക്കണ്ടേ? കാരണം ഇത് ഭാരതം എല്ലാവരുടെയും കൂടി ഒരു നാടല്ലേ, ഭരണഘടന അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഹിന്ദുക്കൾ മെജോറിറ്റിയാണ്. ഹിന്ദുക്കളുടെ ഒരു കാരുണ്യം ഞാൻ പറയുന്നില്ല. ഹിന്ദുക്കൾ 2 കൈയും അയച്ച് സ്വീകരിച്ചത് കൊണ്ടാണ്, 2 കൈയും തുറന്ന് സ്വീകരിച്ചത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇവിടെ വരാൻ പറ്റിയത്, വന്നിവിടെ താമസിക്കുന്നത്. ലോകത്തെ അന്ന് കുറച്ച് പേരിലുള്ളായിരുന്നു. അന്ന് തല്ലും ബഹളമൊന്നും ഉണ്ടായില്ലല്ലോ. എങ്കിൽ ഇപ്പോഴും ആ സംഘർഷം തുടരണ്ടേ? ഇപ്പോഴും ന്യൂനപക്ഷ സംഘർഷം തുടരുകയും ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളിക്കുകയും ചെയ്യണം. അത് നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ തൊട്ടടുത്തുള്ള ഏത് സ്റ്റേറ്റ് എടുത്താലോ കൺട്രി എടുത്താലോ രാജ്യമെടുത്താലോ അവിടെ എല്ലാം
വലിയ വംശീയ കലാപമല്ലേ നടക്കുന്നത്. ദക്ഷിണാഫ്രിക്ക എടുത്താലും അമേരിക്ക എടുത്താൽ പോലും, അമേരിക്ക ഇത്രയും വികസിച്ചു എന്ന് പറയുന്ന അമേരിക്ക എടുത്താൽ പോലും ഇപ്പോഴും അവിടെ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വലിയ വംശീയ കലാപമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ കലാപം നടക്കുന്നില്ലല്ലോ. ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടുത്തടുത്ത് താമസിക്കുകയല്ലേ, ഹിന്ദുക്കളും എല്ലാം അടുത്തല്ലേ താമസിക്കുന്നത്. ഇവിടെ റംസാനും ബക്രീഡൊക്കെ ഇവിടെ തിരുവനന്തപുരം ജില്ല കരമന ജയൻ എന്നെയും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ സാമൂഹ്യ രംഗത്തൊക്കെ അല്ലെങ്കിൽ ചാനലും അതുപോലെ ഒരു സോഷ്യൽ രംഗത്ത് നിൽക്കുന്ന ആളെന്നുള്ള നിലയിലായിരിക്കും എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. ഇഫ്താർ വിരുന്ന് ആരാ നടത്തുന്നത്? കരമന ജയൻ്റെ ഭാരതീയൻ ട്രസ്റ്റ്. കരമന ജയൻ ആരാ? BJPയുടെ ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്തിനാണ് ബക്രീഡിൻ്റെ പെരുന്നാളിൻ്റെ പിന്നെ റംസാൻ്റെ പരിപാടി നടത്തുന്നത്? പക്ഷെ അങ്ങനെയല്ല കേരളം. ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ആഘോഷിക്കും മീൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓണത്തിന് പിന്നെ പായസവും എല്ലാമൊക്കെ കൈമാറുന്നുണ്ട്. ക്രിസ്മസിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർ, മിക്കവാറും ഹിന്ദുക്കളെ വീട്ടിൽ സ്റ്റാർ ഇടും, കേക്ക് വാങ്ങിക്കും. ഇതെല്ലാം ഒരു കുറേ നന്മയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊക്കെ ജാതിയുണ്ട്. ജാതി ഒരു യാഥാർത്ഥ്യമാണ്. മതം അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എപ്പോഴും മതസംഘർഷങ്ങളില്ല, ജാതി വല്ലപ്പോഴും ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിന് വേറെ കാരണങ്ങളും ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ജാതി കാരണങ്ങളല്ല, അവസാനം അത് ജാതി കാരണമാകുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലപ്പുറത്ത് വളരെ മനോഹരമായ രീതിയിൽ മോദി വരാൻ പോകുന്നു. മുഴുവൻ മുസ്ലിങ്ങളായിരിക്കുമല്ലോ അവരുടെ സമ്മേളനത്തിനാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അത് കേൾക്കാനൊരു കൗതുകമുണ്ട്. ഇപ്പം മോദി വന്ന് BJPക്കാരെയും സംഘപരിവാരക്കാരെ വിളിച്ചെടുത്ത് എന്ത് പറഞ്ഞാലും എന്ത് കാര്യമില്ല, അല്ലെ കൈ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മുസ്ലിങ്ങൾ സമ്പൂർണ്ണമായി മുസ്ലിങ്ങൾ പങ്കെടുക്കുന്ന മർക്കസിൻ്റെയും സമസ്തയുടെയും പരിപാടിയിൽ കാന്തപുരം മുസ്ലിയാരോടൊപ്പം ബാക്കി മുസ്ലിം പണ്ഡിതന്മാരോടൊപ്പം മുസ്ലിം നേതാക്കളോടൊപ്പം നരേന്ദ്രമോദിയും കൂടി പങ്കെടുക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാന വിശിഷ്ട അതിഥിയായി ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഒരു അനിതര സാധാരണമല്ലാത്ത വളരെ പ്രമുഖമായിട്ടുള്ളൊരു വാർത്തയാണ്. ആ വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ മരംമുറി ചാനലും മൗമൂദി ചാനലും വട്ടംകുട്ടി ചാനലും അടുപ്പൂട്ടി ചാനലും ഒക്കെ എന്ത് പറയും? ഇപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ്, കാന്തപുരമേ പിറകിൽ നിന്ന് കുത്തരുത്. അപ്പോൾ കാന്തപുരം പറഞ്ഞു, ഞാൻ ഫ്രണ്ടിൽ നിന്ന് കുത്താം, ഏറ്റവും ഫ്രണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾക്ക് പീഡനമുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾക്ക് പീഡനമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ന്യായാന്യായങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. അവിടെ നിന്ന് അവരെ മലയാളിയായതുകൊണ്ട് അവരെ കയറ്റി വീട്ടിൽ കൊണ്ടാക്കിയത് രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആൻ്റണിയും സംഘവുമൊക്കെയാണ്, ഷോൺ ജോർജ് വ്യക്തിയൊക്കെയാണ്. അത് വേണം. കാരണം ഭൂരിപക്ഷത്തിന് ഇവിടെ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ കരച്ചിലും സങ്കടവും ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല.